ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഈ സ്പ്രെയറിൻ്റെ ഉപയോഗം. ഇപ്പോൾ എന്താ ഇത് നോക്കുക, ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ കുറ്റിപ്പമ്പ് എന്ന് പറയുന്ന നാപ്സാക്ക് സ്പ്രെയർ ഇത് കൊണ്ട് പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കെമിക്കലിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതെന്ന് പറയുന്നത് ഇത് ടാറ്റാമിഡാന്ന് എഴുതിയിരിക്കുന്നത് കമ്പനിയുടെ പേരാണ്. ശരിക്കും ഇവിടെ മഞ്ഞ ലേബലുണ്ട്. മഞ്ഞ ലേബൽ എന്ന് പറയുമ്പോൾ പച്ച ലേബല്, നീല, മഞ്ഞ, ചുവപ്പ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷവീര്യം എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്, തീരെ മോശമല്ല. പക്ഷേ ഇതൊരു നല്ല കെമിക്കൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്നതാണ്. ഇവിടെ അതിൻ്റെ എഴുതിയിട്ടുണ്ട്, ഇമിഡാക്ലോപ്രിഡ് 17.8% എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇവർ നമുക്കൊരു അടപ്പ് തരും. ഇത് കണ്ടോ, ഈ അടപ്പിൽ നമുക്ക് 2 മില്ലി, 10 മില്ലി, 50 മില്ലി എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. അളക്കാൻ ഉപയോഗിക്കാം. ഇത് സാധാരണ 0.5 മില്ലി ടു 1 മില്ലിയാണ് 1 ലിറ്ററിൽ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1 മില്ലി എടുക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 മില്ലി അടയാളമുണ്ട്. അപ്പോൾ ആ 2 മില്ലി നമ്മൾ ഇത് ഒഴിച്ചിട്ട് അങ്ങനെ ഇതിനകത്തുനിന്ന് ഒഴിച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് രണ്ടാമത് നമ്മൾ ആ ഒഴിച്ചത് ഇതിലോട്ട് നമ്മളിങ്ങനെ ഒഴിക്കുക, കെമിക്കൽ ഒഴിച്ച് കലർത്തുകയാണ്. കലർത്തിയ ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യും, സിലിണ്ടർ നമ്മൾ മാറ്റിയിട്ട് ഇതുപോലൊരു അരിപ്പ എടുക്കണം. കാര്യം എന്താ, അരിപ്പ ഇല്ലെങ്കിൽ ഒരു അല്പം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നോസിൽ അടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അരിപ്പ ഉപയോഗിച്ച് വേണം ആ കെമിക്കൽ വീണ്ടും ഇതിനകത്തോട്ട് ഒഴിക്കാൻ. അരിച്ചൊഴിക്കുക, ഫിൽട്ടർ ചെയ്യണം. ഒഴിച്ചു. ഇത് 3 ലിറ്റർ കപ്പാസിറ്റിയാണ്. നമ്മൾ വീണ്ടും ഇത് നമ്മൾ ഉണ്ടോ മുറുക്കി വയ്ക്കുമ്പോൾ ഒരു കാര്യം നല്ലപോലെ മുറുക്കി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു കയ്യുറയൊക്കെ ഗ്ലൗസ് ഇടുക. ഏതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക്കിലുള്ള ഡിസ്പോസിബിൾ ഗ്ലൗസ് ആയിരിക്കും ലാഭം, കാരണം ഇത് കെമിക്കലാണ്. ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്രെയർ 3 ലിറ്റർ ഉള്ള ഈ സ്പ്രെയറിന് ഇത് നമുക്ക് ഇത് ഊരി മാറ്റാം. ഇത് ഇറുക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഒരു വെട്ടുണ്ട് ഇതിനകത്ത്. ആ വെട്ടിൽ ഇതിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ആ വെട്ടിൻ വഴി എടുക്കുക. ഇതാണ് വെട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അടച്ചു വയ്ക്കും. അകത്തിങ്ങനെ വെച്ചിട്ട് തിരിച്ചാൽ മതി, പ്രസ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പ്രഷർ കൊടുക്കണം. അതാണ് നമുക്ക് ഇറുക്കി അടഞ്ഞില്ലെങ്കിൽ പ്രഷർ ഡെവലപ്പ് ചെയ്യില്ല. ഇപ്പോൾ കുറച്ച് പ്രഷർ ഡെവലപ്പ് ചെയ്തു. അപ്പം മുറുക്കി അങ്ങ് വയ്ക്കുക. കണ്ടോ, ഇവിടെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഒന്ന് ലൂസാക്കി കൊടുത്താൽ പ്രഷർ പുറത്തോട്ട് പോകും. ഇത് കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മളിതെല്ലാം റെഡിയാക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ, ഈ നോസിലാണ്. നോസിൽ നമ്മളെപ്പോഴും ഇതിനകത്തുനിന്ന് തുറന്ന് അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. ഇത് തുറക്കാൻ പറ്റും. ഇത് തുറന്നിട്ട്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. അവിടെ ഇപ്പം തന്നെ ഒരു പൊടി ഇരിക്കുന്നുണ്ടോ, അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം. അരിച്ച് ഒഴിക്കുകയാണെങ്കിൽ പ്രശ്നം വരില്ല. നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്രഷറുണ്ട്, ക്ലീൻ ചെയ്ത് അരിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുക. ഇതുവഴി അത് പ്രഷറായിട്ട് വരും, കണ്ടോ, ഫൈൻ ആയിട്ട് വരും. ഇനി ഇത് ഈ ഉപയോഗം കഴിഞ്ഞ് സ്പ്രേയിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ലൂസാക്കി നോക്കൂ. ഇത് മുകളിലോട്ട് പിടിച്ച് ഉയർത്തിയാൽ മതി, ചെറിയ ആ പ്രഷർ പോവുകയാണ് തിരിച്ചു. പ്രഷർ പോയ ശേഷം നമുക്ക് ഇത് ആവശ്യത്തിന് ഊരിയെടുക്കാം. കണ്ടോ, തിരിച്ച് ഊരിയെടുത്ത് അകത്തുള്ള കണ്ടൻസ് നമുക്ക് മാറ്റാം. ഇത് വീണ്ടും നമുക്ക് ഇങ്ങനെ പെറുക്കി വയ്ക്കാം. ഇനി പ്രഷർ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ നേരത്തെ പറഞ്ഞതുപോലെ വെട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ എടുക്കുക, തിരിച്ച് ഊരിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. പ്രഷർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ആ വെട്ടിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വലത്തോട്ട് തിരിക്കുക. അപ്പോൾ ഇതൊരു 3 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്.
ഇതുപോലെ കെമിക്കൽസ് അതിൻ്റെ റെക്കമെൻഡേഷൻ മനസ്സിലാക്കിയിരിക്കണം. ഇത് സക്കിംഗ് പെസ്റ്റിനെതിരെ ഏഫിഡ്സ്, മുഞ്ഞ, വൈറ്റ് ഫ്ലൈ അതിനെതിരെയൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പം ഈ സ്പ്രെയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: 1 കറക്റ്റ് ഡോസ് മരുന്ന്, 2 അരിച്ച് വെള്ളം ഒഴിക്കുന്നത്, 3 ആവശ്യത്തിന് പ്രഷർ കൊടുക്കുക. പിന്നെ കയ്യിൽ ഗ്ലൗസ്, നമുക്ക് ഒരു സ്പ്രേ ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും സ്പ്രേ ലാൻസ് എന്ന് പറയുന്ന ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അരിച്ചൊഴിച്ചാൽ പോലും നമ്മൾ ഊരി ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു സ്പ്രെയർ നിങ്ങൾക്ക് വളരെ കാലം ഉപയോഗിക്കാം. താങ്ക് യു. ബൈ സാർ. അപ്പോൾ ഇതിപ്പോൾ സ്പ്രെയറാണ്. ഈ സ്പ്രെയറിൽ നമ്മളിപ്പോൾ ഇതിൽ മരുന്നടിക്കാൻ പോവുകയാണ്. ഉദാഹരണത്തിന് ഇവിടുത്തെ ഇലകൾ നോക്കുക. ഇതിൻ്റെ അടിവശം നോക്ക്. അടിവശം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും ഇതിപ്പോൾ വെള്ളീച്ച വന്ന് അത് കഴിഞ്ഞ് ഉറുമ്പ് വന്ന് തേൻ വരും. പിന്നെ അതിൻ്റെ ഫംഗസ്, സൂട്ടി മോൾഡ്, മോളിലെല്ലാം സൂട്ടി മോൾഡായി. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഞാനിപ്പോൾ ഒരു മരുന്ന് ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ മരുന്ന് നമ്മൾ കലക്കി ശരിയായ രീതിയിൽ കലക്കി സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ നോസിലാണ്. ഈ നോസിൽ നമ്മളിങ്ങനെ ഊരിയ ശേഷം അതിനകത്ത് പൊടിയൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒഴിക്കുന്ന മരുന്ന് അരിച്ചൊഴിക്കണം. മരുന്നും വെള്ളവും എല്ലാം അരിച്ച് ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ എടുത്താൽ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതിന് ഞാൻ പ്രഷർ കൊടുക്കാൻ പോവാം. ഇതിന് ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ടിൽ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ പൂരാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഇവിടെ ആവശ്യത്തിന് പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ആ വെട്ട് വെച്ച് അടച്ചാൽ അത് ഇരിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്തത് നമ്മൾ ഇത് വെയിറ്റ് താങ്ങണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്രേ അടിക്കാൻ പോവുകയാണ്. ഈ സ്പ്രേ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇവിടെ ഈ അറ്റത്തൂടെ കൂടുതൽ സ്പ്രേ ഇങ്ങനെ വരുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് നീളം കൂടുതലാവും. കണ്ടോ, ഇപ്പം നീളം കൂടുതലാണ്. അപ്പോൾ ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ ആ നീളം അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത് സ്പ്രേ ലാൻസ് തൊട്ടടുത്ത് വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഈ അടിവശമെല്ലാം മരുന്നടിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മരുന്ന് നമ്മൾ അടിക്കുന്ന സമയത്ത് കാറ്റിന് എതിരായിട്ട് നിൽക്കരുത്. അത് നമ്മുടെ മുഖത്തോട്ടായിരിക്കും വരുന്നത്. ഗ്ലൗസ് ഉപയോഗിക്കണം കൈകളിൽ. എന്തെങ്കിലും ഒരു മാസ്ക് വയ്ക്കുക, ഇതുപോലെ മാസ്ക് വയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കാറ്റത്ത് ഇങ്ങനെ മുഖത്തോട്ട് അടിക്കും. കൈകളിൽ ഗ്ലൗസ് ഇടണം.